എൻ്റെ പേര് ഞാൻ പറഞ്ഞല്ലോ വിജയ ഗോപാൽ. मेरा नाम मैंने कहा कि विजय गोपाल. ഒരു ഹിന്ദുമത വിശ്വാസത്തിലായിരുന്നു ഞാൻ. എങ്ങനെയാണ് യേശുക്രിസ്തുവിനെ അറിഞ്ഞത്? हिंदू धर्म के विश्वास में था और मैं किस प्रकार से यीशु को जाना. അതും വളരെ ചുരുക്കിയേ ഞാൻ സംസാരിക്കുന്നുള്ളൂ. बहुत संक्षिप्त में मैं बताता हूँ. എങ്കിലും അസാധാരണമായിരിക്കും ചില ജീവിത സാഹചര്യങ്ങൾ കൂടി ഞാൻ ബാല്യം മുതൽ കടന്നു പോകാനിടയായി. लेकिन कुछ असाधारण जीवन के परिस्थितियों से बचपन से मैं जीवन में से गुजरा. എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ ഒരു നാളും ഞാൻ സന്തോഷം അനുഭവിച്ചിട്ടില്ല. जब से मुझे याद है मेरे जीवन बचपन से लेकर मैं कभी भी आनंद या खुशी नहीं था. അതായത് 3 വയസ്സ് 3.5 വയസ്സ് 4 വയസ്സുള്ള കാലങ്ങളിൽ എനിക്ക് ഓർമ്മയുണ്ട്. അന്നും എനിക്ക് സന്തോഷം ഉണ്ടായിരുന്നില്ല. 3.5 4 4.5 साल जो मुझे याद है उस बचपन में भी मैं आनंदित नहीं था. കഠിനമായിരിക്കുന്ന ഹൃദയവേദന കൊണ്ട് ഞാൻ നിറയ്ക്കപ്പെട്ടിരുന്നു. मैं बहुत ही हृदय के दर्द से मैं भरा हुआ था. വീട്ടിൽ ദാരിദ്ര്യങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിലും അതിനേക്കാൾ ഉപരിയായിട്ട് എന്തിനോ വേണ്ടി എൻ്റെ ഹൃദയം ദാഹിച്ചുകൊണ്ടിരുന്നു. घर के अंदर गरीबी और कष्ट था लेकिन उसके बावजूद भी मेरा हृदय कुछ न कुछ चीज के लिए प्यासा था. ഞാൻ ഇരട്ടയാണ്, ട്വിൻസ് ആയിട്ട് ജനിച്ചവനാണ്. എൻ്റെ കൂടെയുള്ളവൻ എൻ്റെ വളരെ കുഞ്ഞിലെ തന്നെ മരിച്ചുപോയി. मैं ट्विंस के रूप में पैदा हुआ था. जो मेरे साथ का था वो बचपन में ही मर गया. അപ്പോൾ എൻ്റെ ബാല്യ കൗമാര കാലങ്ങളൊക്കെ കഠിനമായിരിക്കുന്ന ദാരിദ്ര്യത്തിലും ദുഃഖത്തിലും വേദനയിലും കൂടെ കടന്നു പോകുമ്പോൾ തന്നെ അസാധാരണമായിരിക്കുന്ന ചിന്താമണ്ഡലങ്ങൾ എനിക്കുണ്ടായിരുന്നു. मैं बचपन में ही जब मेरे जीवन की परिस्थितियां जब गरीबी से कष्ट वेदना से जब गुजर रहा था तब भी एक असाधारण चिंता मेरे अंदर थी. എൻ്റെ മാതാപിതാക്കൾ കാണിച്ചു തന്ന ഹിന്ദു മതവിശ്വാസത്തിൽ ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ അതിനെ സേവിച്ചവനാണ്. तो मेरे माता पिता ने जो मुझे दिखाकर दिया हिंदू धर्म को मैंने पूर्ण तौर से उस पर स्वीकार किया था. ഞാൻ അതിനോടുള്ള സ്നേഹം കൊണ്ട് ഞാനൊന്ന് കാണുന്ന സ്വപ്നങ്ങൾ, ഞാൻ സേവിക്കുന്ന വിഗ്രഹങ്ങളൊക്കെ നൃത്തം ചെയ്യുന്നത് ഞാൻ സ്വപ്നം കാണുമായിരുന്നു. അതങ്ങനെ ചെയ്തെന്നല്ല, എൻ്റെ ചിന്താമണ്ഡലങ്ങളിൽ ഉണ്ടാകുന്ന ഒരു അനുഭവമാണ്. അത്രമാത്രം ഞാൻ എന്നെ സ്നേഹിച്ചിരുന്നു. मेरे चिंता मंडलों में इतना मैं उससे प्रेम करते थे कि रात को सपनों में भी वो जो मूर्तियां हैं वो नाचते हुए सब मैं देखता था. വളരെ വളരെ കുഞ്ഞുനാൾ മുതൽ സാഹിത്യത്തിന്റെ തത്വചിന്തയുടെ ആത്മാവ് എനിക്കുണ്ടായിരുന്നു. बचपन से ही साहित्य का एक परिज्ञान मेरे अंदर था. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളോട് പറഞ്ഞാൽ അതിശയോക്തിയാണെന്ന് വിചാരിക്കല്ല. ലോകം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത വിധം അസാധാരണമായിരിക്കുന്ന സാഹിത്യം എൻ്റെ ഹൃദയത്തിൽ ദൈവം തന്നതല്ല, എൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. मेरे हृदय के अंदर दुनिया ने आज तक देखी नहीं वैसा कुछ असाधारण साहित्य की कुछ क्षमताएं मेरे अंदर थी. സോക്രട്ടീസിനെ വെല്ലുന്ന തത്വജ്ഞാനിയായിട്ടും ഷേക്സ്പിയറിനെ വെല്ലുന്ന സാഹിത്യകാരനായിട്ടും ലോകം മുഴുവൻ അറിയപ്പെടുവാൻ ഞാൻ കൊതിച്ചു. मैंने ऐसा चाहत रखा कि दुनिया जाने वाले शेक्सपियर जैसे कुछ एक दुनिया जाने वाला व्यक्ति बनने के लिए मैंने चाहत रखा. പക്ഷെ യാതൊന്നും എൻ്റെ ആഗ്രഹപ്രകാരം മുമ്പോട്ട് പോകത്തില്ല. എല്ലാം സ്റ്റക്കായിട്ട് അല്ലെങ്കിൽ സ്റ്റോപ്പായിട്ട് പോയി. लेकिन कुछ भी मेरे जीवन के मेरे इच्छा के अनुसार कुछ भी आगे नहीं बढ़ा. सब में रुकावट आते गई. അപ്പോൾ ഈ കഠിനമായിരിക്കുന്ന അതായത് അസാധാരണമായിരിക്കുന്ന കഴിവുകൾ എനിക്കുണ്ടെങ്കിലും എനിക്ക് മുമ്പോട്ട് പോകാൻ കഴിയാത്തതുകൊണ്ട് എൻ്റെ ഹൃദയം എല്ലായ്പ്പോഴും എന്താണ് ശോകമുഖമായിട്ട് കൊണ്ടിരുന്നു. तो असाधारण के तौर से क्षमताएं टैलेंट्स होने के बावजूद भी मेरी इच्छाएं पूरी नहीं होती थी, इसलिए मेरा जीवन दुख भरा था. അങ്ങനെ കടന്നു പോകുന്ന സമയങ്ങളിൽ എൻ്റെ 20-21 വയസ്സുള്ള സമയങ്ങളൊക്കെ ഞാൻ രാത്രി സഞ്ചാരിയായിട്ട് ഇങ്ങനെ രാത്രിയിൽ കാലം ഏകനായിട്ട് സഞ്ചരിക്കപ്പെടുന്നു. എന്താണ്, രാത്രി 2 മണി 3 മണി സമയത്ത് വിജനമായിരിക്കുന്ന സ്ഥലങ്ങൾ കൂടെ ഞാൻ ഏകനായിട്ട് സഞ്ചരിക്കുമായിരുന്നു. എൻ്റെ വേദന കൊണ്ട്, ദുഃഖം കൊണ്ട്. तो दर्द की वजह से बहुत जब दर्द बढ़ जाती है तो रात के 2 बजे 3 बजे रात में खाली सुनसान जगहों पर मैं चलने जाता था. അപ്പോൾ അങ്ങനെ സഞ്ചരിക്കുന്ന ഒരു സമയം, ഒരു രാത്രി 2 മണി 3 മണി സമയത്ത് വിജനമായിരിക്കുന്ന ഒരു സ്ഥലത്ത് കൂടെ ഞാൻ സഞ്ചരിക്കുമ്പോൾ तो एक दिन रात को जब 2 बजे 3 बजे के समय एक निर्जल जगह पर जब सुनसान एरिया से जब मैं चल रहा था, ഞാൻ ആകാശത്തേക്ക് നോക്കിയപ്പോൾ തെളിഞ്ഞ കാലാവസ്ഥയാണ്. തെളിഞ്ഞ ആകാശത്തിൽ നക്ഷത്രങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ്. जब मैंने आकाश की ओर देखा तो काफी साफ था और बहुत सारे तारे मुझे वहां पर दिखे. അപ്പോൾ ഞാൻ എൻ്റെ കൈകളെ ആകാശത്തേക്ക് നക്ഷത്രങ്ങൾക്ക് അപ്പുറത്തേക്ക് ഉയർത്തിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ദൈവമേ ഞാൻ നിനക്കുള്ളവനാ. तो मैंने अपने हाथों को ऊंचाई पर उठाकर तारों की ओर ऐसे हाथों को आकाश की उठाकर कहा कि परमेश्वर मैं तेरा हूँ. ദൈവമായിരുന്ന എനിക്കത്തിൽ ഞാൻ സേവിക്കുന്നത് ഹിന്ദു ആചാരപ്രകാരമാണെങ്കിലും അതൊരു വെളിപ്പാടാണെന്ന് ഞാൻ കർത്താവിനെ അറിഞ്ഞതിന് ശേഷമാണ് അറിയുന്നത്. भले ही मैं उस समय हिंदू धर्म को मानता था लेकिन उस वक्त भी कि वो एक बहुत बड़ा भेद था करके मैं बाद में समझा. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം, ദൈവമേ ഞാൻ നിനക്കുള്ളവൻ. तो मैंने क्या कहा कि हे परमेश्वर मैं तेरा हूँ. അതിനുശേഷം എൻ്റെ ജീവിതത്തിന് ഒരു മാറ്റവും വന്നില്ല, उसके എൻ്റെ बाद मेरे വേദനകൾക്ക് जीवन में കുറവ് कोई വന്നില്ല. बदलाहट नहीं आई, दर्द में कुछ कमी नहीं आई. പക്ഷേ അതിനുശേഷം ഏതാനും മാസങ്ങൾക്കോ അല്പകാലങ്ങൾക്ക് ശേഷമോ ഇതുപോലൊരു വിജനമായിരിക്കുന്ന സ്ഥലത്ത് വെച്ച് ഞാൻ ദൈവത്തെ തള്ളി പറഞ്ഞു, ദൈവം എനിക്ക് നിന്നെ വേണ്ടെന്ന് പറഞ്ഞു. ഉറക്കെയാ പറയുന്നു. लेकिन फिर कुछ दिन के बाद वैसा ही रात को ये 2 बजे सुनसान जगह पर वापस मैंने परमेश्वर ठुकरा कर कहा कि मुझे तेरी जरूरत नहीं है. പക്ഷേ ഇത്രയും നാൾ ഞാൻ സേവിച്ച ദൈവത്തെയാണോ? അല്ലല്ലോ. പക്ഷേ ദൈവമേ
ഞാൻ നിനക്കുള്ളവനാണെന്നും ദൈവമേ എനിക്ക് നിന്നെ വേണ്ടാന്ന് പറഞ്ഞത് ദൈവം ആരെന്ന് അറിയാതെയാണെങ്കിലും അതൊരു ഹൃദയത്തിൽ നിന്നുള്ളൊരു അനുഭവമായിരുന്നു. लेकिन जब मैंने कहा कि परमेश्वर मैं तेरा हूँ और कुछ दिन के बाद जब मैंने कहा कि मुझे तेरी ज़रूरत नहीं है, ये दोनों मैं जानता नहीं था मैं कौन सा परमेश्वर से कह रहा हूँ, लेकिन वो मेरे हृदय के अंदर से आया हुआ एक अनुभव था. എന്നാൽ നിങ്ങളൊരു കാര്യം അറിയണം, ദൈവമേ എനിക്ക് നിന്നെ വേണ്ട എന്ന് പറഞ്ഞ ആ വിജനതയിൽ ആ രാത്രി സമയത്ത് ഞാൻ ദൈവത്തെ തള്ളി പറഞ്ഞ അതേ നിമിഷത്തിൽ എൻ്റെ ഈ കണ്ണുകൊണ്ട് നഗ്നനേത്രം കൊണ്ട് ഞാൻ ഒരു വ്യക്തി എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നത് ഞാൻ കണ്ടു. लेकिन जिस वक्त मैंने ये कहा कि परमेश्वर मुझे तुझे नहीं चाहिए, तेरी ज़रूरत नहीं है, उस वक्त मैं इस नंगे आँखों से मैंने एक व्यक्ति मेरे सामने खड़े होते मैंने देखा. ഞാനൊരു ഹിന്ദുവായിരുന്നു. ഞാൻ ആ വ്യക്തിയെ ലൂസിഫർ എന്ന് പേരിട്ട് ഒരു വർഷം എൻ്റെ ഹൃദയത്തിൽ സേവിച്ചു. मैं एक हिंदू धर्म होने की वजह से उस व्यक्ति को मैं लूसीफर नाम दिया और 1 साल मैंने उसे वैसा समझा. അസാധാരണമായിരിക്കുന്ന വിൽ പവറുകൾ, അസാധാരണമായിരിക്കുന്ന ചില അനുഭവങ്ങൾ കൂടെ ഞാൻ കടന്നുപോയി. असाधारण अनुभवों से मैं गुजरा. എന്നാൽ ഒരു വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഇങ്ങനെ തന്നെ ഉറക്കെ വിളിച്ചു പറഞ്ഞു, എനിക്ക് നിന്നെ വേണ്ടെന്ന് പറഞ്ഞു. लेकिन मैंने ऐसे चिल्लाकर कहा कि मुझे तेरी ज़रूरत नहीं है. പക്ഷെ അതിനുശേഷം എൻ്റെ കൂടെ ഈ ആത്മീയ ലോകത്തെപ്പറ്റി പലർക്കും ഇല്ലാത്ത ചില അനുഭവങ്ങൾ എനിക്ക് തന്നതുകൊണ്ട് എന്നോട് കൂടെ ഒരുവൻ നടക്കുന്നതും ഞാൻ മരണത്തിലേക്ക് പോകുന്നതും എനിക്ക് ആത്മാവിൽ വെളിപ്പെട്ടു വന്നു. लेकिन मैं ये समझा कि एक व्यक्ति मेरे साथ चल रहा है और मैं मृत्यु की ओर चल रहा हूँ, मेरे को समझ में आया. അസാധാരണമായിരിക്കും ചില അനുഭവത്തിൽ കൂടെ കടന്നുപോയി എൻ്റെ ശരീരത്തോടെ വൈദ്യുതി 15 മിനിറ്റോളം പാസ് ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെയാണ് എൻ്റെ വിരളിൽ ഇങ്ങനെ ഒരു വിരൽ വെന്തുപോയി, ഞാൻ അന്നെന്താണ് ചുരുണ്ടുപോയതാണ്. അതായത് 15 മിനിറ്റോളം ശരീരത്തിൽ കൂടെ വൈദ്യുതി പാസ് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ ഞാൻ മരിച്ചില്ല, ഞാൻ മടങ്ങി വീട്ടിൽ വന്നു. तो 15 मिनट तक मेरे शरीर से जो है करंट इलेक्ट्रिसिटी पास होता रहा और इसीलिए जो उंगली है वो ऐसा जलकर ऐसा मुड़ गई है. ऐसे कुछ बहुत अलग अलग अनुभव मेरे जीवन में हुआ है. എന്നാൽ ഞാൻ വീട്ടും ഹോസ്പിറ്റലൊക്കെ വിട്ട് വീട്ടിൽ വന്നുവെങ്കിലും എനിക്ക് ഈ അതായത് കണ്ണുകൊണ്ട് കാണാത്ത ചില കാര്യങ്ങളില്ലാതെ ജീവിക്കാൻ കഴിയത്തില്ല. അതായത് മിത്തുകൾ അല്ലെങ്കിൽ അത് ദൈവം എന്നുള്ള രീതിയിൽ എനിക്ക് അറിയത്തില്ലെങ്കിലും നമ്മൾ അദൃശ്യമായിരിക്കുന്ന ശക്തികളെ അളവ് കൂടാതെ ഞാൻ ആഗ്രഹിച്ചു, സേവിച്ചു. मैं उसके बाद घर से हॉस्पिटल से घर आया, लेकिन कुछ चीज़ों को जब तक मैं देख नहीं पाता था, मुझे इसे विश्वास करना मुश्किल था, फिर भी मैंने इन सारी चीज़ों को विश्वास किया और मैंने उसका सेवन भी किया. അപ്പോൾ സാത്താനെ വിട്ടു. പിന്നെ ഞാനെന്തുകൊണ്ട് എനിക്ക് ഇങ്ങനൊരു അനുഭവം ആവശ്യമായതുകൊണ്ട് ഞാൻ സകല ക്ഷേത്രങ്ങളിലും ദർശനങ്ങൾക്കായിട്ട് പോയി. കർണാടക, കേരളത്തിൽ ഞാൻ ഇന്നവരെ പോകാത്ത ക്ഷേത്രങ്ങളൊക്കെ ഞാൻ പോയി ആ ക്ഷേത്ര ദർശനങ്ങളിലേക്ക് കടന്നുപോയി. इसलिए मैंने केरला में जितने भी मंदिर है सारे मंदिरों पर मैं गया. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഒരു സമാധാനം ഉണ്ടായില്ല. लेकिन मेरे जीवन में थोड़ी सी भी शांति नहीं എന്തിനു आई. വേണ്ടിയുള്ള ആഗ്രഹം ഹൃദയത്തിൽ സൂക്ഷിക്കപ്പെട്ടു. लेकिन मेरे अंदर कुछ ना कुछ बड़ी चाहत वो अंदर थी. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ആകെ ഒരു ഭ്രാന്ത് പിടിക്കുന്ന അനുഭവം എന്ന് വെച്ചാൽ താടിയും മുടിയും വെട്ടിക്കളയാതെ ഇങ്ങനെ നടക്കുന്ന ഭ്രാന്തല്ല, അകത്ത് അസാധാരണമായിരിക്കുന്ന അനുഭവങ്ങളാണ്. ഇതിനകത്തൊന്നും ഒരു കാര്യവുമില്ലെന്നൊരു ബോധ്യം. तो फिर मैं एक पागल के समान हो गया. उसका मतलब मैं दाढ़ी सब बढ़ाकर चलने वाला एक पागल जैसा नहीं, लेकिन मेरे अंदर कि ये सब करके भी कुछ फायदा नहीं है, सब व्यर्थ है करके एक चिंता मेरे अंदर आने लगी. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ നിന്നൊരു സ്വരം ഞാൻ കേട്ടു, ബോബി എന്ന് പറഞ്ഞൊരു മനുഷ്യനെ പോയി കാണണമെന്ന് പറഞ്ഞു. तो मेरे हृदय के अंदर एक चिंता ऐसे है कि एक मनुष्य है, गोपी उसके जाकर मिलना है. അപ്പോൾ ഞാൻ ബോബിയെ കാണാൻ പോയി. അദ്ദേഹം ഒരു യാക്കോബായ സഭയിൽ കള്ളു കുടിച്ച് വഴക്കുണ്ടാക്കുന്നുണ്ടെങ്കിലും അന്ന് മാനസാന്തരം എന്ന് പറഞ്ഞ വാക്കൊന്നും എനിക്കറിയത്തില്ല. ഇപ്പോൾ വീട്ടിൽ സമാധാനത്തോടെ കഴിയുന്ന ഒരു മനുഷ്യൻ. तो मैंने गोपी नामक उस व्यक्ति से मिलने के लिए गया. वो पहले भले ही दारू सब पीता था, लेकिन अभी घर के अंदर शांति से जीने वाला एक व्यक्ति. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു എന്തിനാ വന്നത്. ഞാൻ പറഞ്ഞു ഇതുപോലത്തെ ഒരു അനുഭവം ഉണ്ടായി. तो उस व्यक्ति ने पूछा कि क्यों आया. तो मैंने कहा कि मुझे कैसा अनुभव हुआ है. സമയമില്ലാത്തതുകൊണ്ട് വേഗത്തിൽ അങ്ങ് പറയുകയാണ്. समय नहीं है, मैं जल्दी कहता हूँ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് ഒട്ടും സമയമില്ല, ഇപ്പോൾ ഞാൻ അത്യാവശ്യമായിട്ടും ഇടുക്കിക്ക് പോവുകയാണ്, അവിടെ എനിക്കൊരു സഭയുണ്ട്, ഇപ്പോൾ ഒരു 5 മിനിറ്റിനാലും എനിക്ക് വാഹനം കിട്ടത്തില്ല, നീ അടുത്ത ആഴ്ച ഇടുക്കിക്ക് വരാൻ പറഞ്ഞു. तो उन्होंने कहा कि मेरे पास बिल्कुल समय नहीं है, मैं 5 मिनट भी रुकूं तो मेरा गाड़ी छूट जाएगा, तो अगले हफ्ते इടുക്കി में आना. അടുത്ത ആഴ്ച ഞാൻ ഇടുക്കിക്ക് അദ്ദേഹത്തിനോട് പോയി. ഇടുക്കി ഡാമിനോട് ചേർന്ന ഒരു ചെറിയ കുടിലിൽ അദ്ദേഹം കത്തോലിക്ക വിശ്വാസത്തിന് രക്ഷിക്കപ്പെട്ട ചിലരുടെ വചനം പറയുകയാണ്. तो वहाँ पर इടുക്കി में एक छोटा सा झुंड है, वहाँ पर कतोलिका से जो उद्धार में आए हैं विश्वासी बनकर उनसे वचन बांट रहे थे. അന്ന് അദ്ദേഹം പറഞ്ഞ വചനം എനിക്കൊന്ന് ഓർമ്മയുണ്ട്, ഞാൻ വാതിലാകുന്നു, എന്നിൽ കൂടെ കിടക്കുന്നവൻ മേച്ചിൽ കണ്ടെത്തും. तो उन्होंने कहा वो वचन मुझे आज भी याद है. उन्होंने इस प्रकार से कहा कि मैं एक द्वार हूँ, जो मुझसे प्रवेश करेगा वो अनंत जीवन में प्रवेश करेगा. പക്ഷേ എനിക്കൊന്നും തോന്നിയില്ല. അദ്ദേഹം പറഞ്ഞ സിനിമാ പാട്ട് പാടി അതിനകത്ത് ഇരുന്നെന്ന് പറഞ്ഞു. അദ്ദേഹം എന്നോട് സുവിശേഷം പറഞ്ഞില്ല, ആരും എന്നോട് സുവിശേഷം പറഞ്ഞില്ല. പക്ഷെ അവർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. उन्होंने मुझसे आके कुछ बात नहीं किया, कोई मुझसे समाचार नहीं बांटा, लेकिन मैं ये विश्वास करता कि उन्होंने मेरे लिए प्रार्थना तो जरूर किया होगा. പക്ഷെ അന്ന് രാത്രി ഒരു സംഭവം നടന്നു. എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ അല്ലെങ്കിൽ എന്താണ് ഒരു എൻ്റെ ബുക്ക് ഷെൽഫിൽ ഒരു പുതിയ ഒരു
തടിച്ച ഈ ബൈബിൾ ഉണ്ടായിരുന്നു. ബൈബിളാണെന്ന് അറിയാം, പക്ഷേ എനിക്ക് എന്നോട് സ്നേഹം തോന്നിയിട്ടില്ല, വെറുപ്പും തോന്നിയിട്ടില്ല, വായിച്ചിട്ടുമില്ല. ഓരോ ദിവസവും ഓരോ നോവൽ ഞാൻ വായിക്കുന്നവനായിരുന്നു. लेकिन उस रात कुछ अलग से घटना हुई. मेरे बाइबल के उस जो शेल्फ होता है, बुक का जो शेल्फ होता है, उसमें बाइबल का किताब भी रखा था, लेकिन मैंने कभी उसे खोलकर पढ़ा नहीं. मैं हर दिन नोवेल पढ़ने वाला व्यक्ति था. പക്ഷേ അന്ന് രാത്രിയിൽ ഒരു 2 മണി സമയം ഞങ്ങളുടെ വീട്ടിൽ അന്ന് ഇലക്ട്രിസിറ്റി വന്നിട്ടില്ല. ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ചിട്ട് അതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ ഈ ബൈബിൾ നിവർത്തി ഒരു സുവിശേഷം മുഴുവനും ഒറ്റ ഇരിപ്പിന് അങ്ങ് വായിച്ചു. लेकिन उस रात को करंट नहीं था, तो मैंने एक मोमबत्ती जलाकर रखा और बाइबल खोला और एक सुसमाचार का बुक पूरा मैंने एक साथ बैठ के पढ़ लिया. അതിങ്ങനെ വായിച്ചു വന്നപ്പോൾ യേശുക്രിസ്തു ഗെത്സമനെ തോട്ടത്തിൽ പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കഠിനമായിരിക്കുന്ന വേദനയുടെ സമയം വായിക്കുമ്പോൾ ഞാൻ ഇവിടുന്ന് കരയാൻ തുടങ്ങി. आमेन. जैसे जैसे पढ़ते पढ़ते आया तो यीशु मसीह गेत्सेमने के वाटिका में पिता से जो प्रार्थना कर रहा है उसके दर्द को समझते हुए मैं भी बैठकर वहां पर रोने लगा. യേശുക്രിസ്തു സത്യം എന്നൊരു ബോധ്യം എൻ്റെ ഹൃദയത്തിൽ കിട്ടി. यीशु मसीह सच्चा है करके एक मेरे हृदय के अंदर एक विश्वास आया. ഞാൻ ബൈബിൾ മടക്കി. मैंने बाइबल बंद कर दिया. പിന്നെ അത് വായിക്കുകയോ फिर मैंने कभी वो पढ़ा नहीं, പ്രാർത്ഥിക്കുകയോ न प्रार्थना ഒന്നും किया, ചെയ്തിട്ടില്ല. कुछ नहीं किया. ആ മനുഷ്യൻ എന്നെ തേടി വന്നില്ല, ഞാൻ ആ മനുഷ്യൻ്റെ അടുത്തേക്കും പോയിട്ടില്ല. न वो मुझे ढूंढ कर आए, न मैं उनके पास गया. പക്ഷേ फिर എൻ്റെ ഹിന്ദു ആരാധന അന്ന് നിർത്തി, നിലവിളക്ക് കൊടുത്ത് നിർത്തി. ഞാൻ അങ്ങനെ എല്ലാ കാര്യങ്ങളും വിട്ട് യേശുക്രിസ്തു സത്യം എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചു. लेकिन मैंने तब तक जो करता था वो सारे कर्मों को मैंने बंद कर दिया और मैंने ये विश्वास किया कि यीशु मसीह जीवित परमेश्वर है. പക്ഷേ അപ്പോഴും എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം എന്താണെന്നറിയാമോ? ദൈവത്തെ അങ്ങനെ അറിയണമെന്നല്ല. യേശുക്രിസ്തു സത്യം തന്നെ എൻ്റെ ഹൃദയത്തിന് എന്തോ ഒരു ചെറിയ തണുപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിലും ഞാൻ ലോകം മുഴുവൻ അറിയപ്പെടുന്നവനായിട്ട് എനിക്കൊരു നോബൽ പ്രൈസ് കൊതിച്ചുകൊണ്ട് ഞാൻ മുമ്പോട്ട് ഓടുകയാണ്. मैंने भले ही यीशु को जान लिया था उस वक्त में भी, लेकिन दुनिया में जाना जाने वाला एक नोवेलिस्ट बनने के लिए इच्छा रखते हुए मैं आगे बढ़ता गया. പക്ഷേ ദൈവം എന്നെ എൻ്റെ അമ്മയുടെ ഉദരം മുതൽ സ്നേഹിച്ചതുകൊണ്ട്, आमेन. लेकिन परमेश्वर ने मुझे माता की गर्भ से ही प्रेम रखा, इसलिए എൻ്റെ സ്വന്തം വഴികളെ ദൈവം നിരസിച്ചുകൊണ്ടിരുന്നു. आमेन. मेरे खुद के रास्तों को परमेश्वर रोकता रहा. അങ്ങനെ 10 വർഷങ്ങൾ കടന്നുപോയി. वैसा 10 साल बीत गए. വിവാഹം കഴിഞ്ഞു. शादी हो गई. മോൻ 1.5 വയസ്സായി. बेटा 1.5 ईयर का. ഇനി ഞാൻ 1.5 മുമ്പ് साल का പറഞ്ഞൊരു हो गया. വചനം നിങ്ങൾ ഓർക്കണം. अभी मैंने कहा वचन आप याद रखना. അന്നേക്ക് 13 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ആകാശത്തേക്ക് നോക്കി പറഞ്ഞു, ദൈവമേ ഞാൻ നിനക്കുള്ളവനാണ്. तब से 13 साल पहले मैंने आकाश में देखकर कहा कि परमेश्वर मैं तेरा हूँ. എൻ്റെ ജീവിതം ഈ സമയത്ത് കഠിനമായിരിക്കുന്ന വേദനയിൽ കൂടെ കടന്നുപോയി. മുമ്പോട്ട് കടന്നു പോകാൻ കഴിയാത്തവണ്ണം ഞാൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചുറച്ചു. ചിന്തിച്ചതല്ല, തീരുമാനിച്ചുറച്ചു. 2002 ഡിസംബർ 27 സന്ധ്യാസമയം. मैंने दिसंबर के समय पर 2027 दिसंबर 27 पे मैंने आत्महत्या करने के लिए पूरा दृढ़ निश्चय करके निर्णय लेकर बैठा था. ആ സന്ധ്യാസമയത്ത് उस समय पर 10 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കടന്നുപോയ ആ ദൈവദാസൻ എൻ്റെ വീട്ടിലേക്ക് എൻ്റെ പടി കയറി വന്നു. आमेन. उस दिन जो 10 साल पहले मैं जो गया था परमेश्वर का दास, वो मेरे घर के अंदर आए. ഞാൻ ചോദിച്ചു, എന്തിനാണ് വന്നത്? मैंने पूछा आप क्यों आए हो? അദ്ദേഹം പറഞ്ഞു, കഴിഞ്ഞ 3 ദിവസമായിട്ട് ഞാൻ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നിന്റെ മുഖം തെളിഞ്ഞു വരുന്നു. നീ പുറമേ സന്തോഷവാനാണെങ്കിലും നിന്റെ ഉള്ളം മരിച്ചാൽ മതി എന്നായിട്ടില്ലയോ? तो उन्होंने आकर कहा कि मैं 3 दिन से जब प्रार्थना कर रहा हूँ तो तुम्हारा चेहरा मेरे सामने आ रहा है. तुम्हारा बाहर से तुम खुश दिख रहे हो, लेकिन तुम अंदर से दर्द अनुभव कर रहे हो और तुम मरने का निश्चय लेकर बैठे हो. ഞാൻ പറഞ്ഞു, മരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. मैंने कहा हाँ मैं मरने का निश्चय लेकर बैठा അദ്ദേഹം हूँ. പറഞ്ഞു, എനിക്ക് നിന്നോട് സംസാരിക്കണം. तो उसने कहा कि मैं तुझसे बात करना ഞാൻ चाहता പറഞ്ഞു, हूँ. ആവട്ടെ, നിങ്ങളുടെ വീട്ടിൽ വരാമെന്ന് പറഞ്ഞു. ആ സന്ധ്യാസമയത്ത് ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കടന്നുപോയി. तो मैंने रात को उसी समय उस दास के घर पर चला എന്റെ गया. ജീവിതത്തിൽ മറന്നു പോകാത്ത ഒരു ദിവസം ആ ദിവസമാണ്. मेरे जीवन में कभी भूल नहीं पाऊंगा एक वैसा നല്ല दिन था वो. നിലാവുള്ളിയ സന്ധ്യാസമയത്ത്, ആ ഡിസംബറിന്റെ തണുപ്പുള്ളിയ സന്ധ്യാസമയത്ത് അദ്ദേഹത്തിന്റെ മുറ്റത്തുള്ള സിമന്റ് ബെഞ്ചിൽ ഞാനും അദ്ദേഹവും ഒന്നിച്ചിരിക്കുമ്പോൾ, वो दिसंबर के शाम के उस ठंडे के समय पर मैं और वो परमेश्वर का दास कुर्सी लेकर जब उनके आंगन पर हम बैठे थे, അദ്ദേഹം നിരവധിയായിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞെങ്കിലും അതൊന്നും എൻ്റെ ഹൃദയത്തിലേക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല. उन्होंने बहुत सारी बातें तो कही, लेकिन वो कुछ भी मेरे हृदय में काम तो नहीं किया. പക്ഷെ പെട്ടെന്ന് അദ്ദേഹം ഒരു വചനം പറഞ്ഞു. लेकिन उन्होंने तुरंत ही एक वचन कहा. ഇപ്പോഴോ യാക്കോബേ, अब ये है याकूब, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലിൽ നിന്നെ നിർമ്മിച്ചവനുമായിരിക്കുന്ന കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, तेरा रचने वाला परमेश्वर इस प्रकार से कहता है, ഭയപ്പെടേണ്ട, भयभीत मत हो, मत डरो. ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. मैं तुझे नाम लेकर पुकारा है, तू मेरा ही है. നോക്കുവിൻ, 13 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ആകാശത്തേക്ക് താരനിപടമായിരിക്കുന്ന ആകാശത്തേക്ക് കൈകൾ ഉയർത്തി ദൈവം ആരെന്ന് പറഞ്ഞ്, ആരെന്ന് അറിയാൻ വയ്യാതെ ഞാൻ, ദൈവമേ ഞാൻ നിനക്കുള്ളവനാണെന്ന് പറഞ്ഞെങ്കിൽ, अब मैं 13 साल पहले मैं जानता भी नहीं था कि मैं कौन हूँ, परमेश्वर कौन है. लेकिन जिस दिन मैंने कहा कि परमेश्वर मैं तेरा हूँ,
13 വർഷങ്ങൾക്ക് ശേഷം കർത്താവ് എന്നെ വിളിച്ചത് നീ എനിക്കുള്ളവൻ തന്നെ, ഒരു മാറ്റവുമില്ല. 13 साल के बाद परमेश्वर ने मुझे वही कहकर पुकारा कि तू मेरा ही है, उसमें कोई बदलाहट नहीं है. ബാക്കി യെശയ്യാവിന്റെ 6-ാമത്തെ വാക്യം 43-6 വരെ പറഞ്ഞ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വിട്ടുകളയുന്നു. बाकी यशायाह 43 के 6 तक मुझसे बात किया, समय नहीं है, मैं छोड़ रहा ഈ हूँ. ഉറപ്പ് എന്റെ ഹൃദയത്തിലുണ്ട്, ഞാൻ ദൈവത്തിനുള്ളവനാണ്. आमेन. वो दृढ़ मेरे अंदर आ गया कि मैं परमेश्वर का हूँ. 34-ാമത്തെ വയസ്സിൽ ആദ്യമായിട്ട് എന്റെ പ്രാണൻ തണുത്തു. वो 34 उम्र पर पहली बार मेरा प्राण तो ठंडा मिला. ഞാൻ അതിനെ ഉപമിക്കുന്നത് ഒരിക്കലും മഴ പെയ്യാതിരിക്കുന്ന മണലാരണ്യത്തിൽ ആദ്യമായിട്ട് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്തിറങ്ങി. आमेन. मैं ऐसा उसे कंपेयर करना, तुलना करना चाहता हूँ कि ऐसा एक हृदय जहाँ पर थोड़ी सी भी ठंडा नहीं थी, लेकिन उस समय एक ठंडेपन की अवस्था हृदय के अंदर आ गई. ഞാനന്ന് ആദ്യം കർത്താവിനോട് പറഞ്ഞ വചനം, കർത്താവേ എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ എൻ്റെ സ്വന്തം മഹത്വങ്ങൾ, അതായത് എൻ്റെ സാഹിത്യത്തെ ഒന്നും മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ അതെല്ലാം തകർത്ത് കളഞ്ഞതിനായിട്ട് സ്തോത്രം. तो उस दिन मैंने पहली बार कहा कि परमेश्वर मेरी इच्छाओं को रोकते हुए, मेरे साहित्यकार बनने की सारी इच्छाओं को तूने रोकते हुए मुझे आगे जाने नहीं दिया, उन सारी रुकावटों के लिए धन्यवाद. ഞാൻ പിറ്റേ ദിവസം ഇതെല്ലാം കൂട്ടിയിട്ട് കത്തിച്ചടിഞ്ഞ് എനിക്ക് വെറുപ്പ് തോന്നി കഴിഞ്ഞ ജീവിതത്തിനോട്. और मैंने वो सब कुछ अगला दिन ये सारी चीज़ों को उठाकर जला दिया. പ്രിയപ്പെട്ട, യഥാർത്ഥമായിരിക്കുന്ന മാനസാന്തരം നമ്മൾ കഴിഞ്ഞ കാലങ്ങളോട് വെറുപ്പും കൂടിയാണ്. आमेन. एक रियल मन फिराव की अवस्था मतलब हमारे पिछले दिनों को हम घृणा भी करना होता है. എനിക്ക് നല്ല ഉറപ്പുണ്ട്, എനിക്ക് ആഴമായിരിക്കുന്ന ഒരു മാനസാന്തരം ദൈവം തന്നു. तो मुझे एक बहुत विश्वास है कि मैं गहराई से एक बहुत बड़ा पश्चाताप मेरे हृदय के അടുത്ത अंदर 2-3 आया. ദിവസം ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയി, കാരണം എനിക്ക് ആശ്വാസം കിട്ടി അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾപ്പാൻ. और 2-3 दिन मैं उस दास के घर पर जाता रहा, उनसे बातें सुनता रहा और मुझे बहुत आश्वासन मिलता रहा. അദ്ദേഹം ചോദിച്ചു, ഞായറാഴ്ച നിനക്ക് എന്താ പ്രോഗ്രാം? उन्होंने पूछा कि संडे तेरा क्या ഞാൻ प्रोग्राम പറഞ്ഞു, है. എന്ത് പ്രോഗ്രാം? ഒരു ഹിന്ദുവായിരുന്നു, എനിക്ക് വല്ല കലുങ്കയിലിരിക്കാനോ സിനിമ കാണാനോ കള്ളു കുടിക്കാനോ പോലെ വല്ല കലുങ്കയിരുന്ന് ആകാശ ഗോളങ്ങൾക്ക് അപ്പുറം എന്താണെന്നൊക്കെ പറയുന്നതാണ് പരിപാടി. हम बोले कि मुझे तो ऐसा कुछ काम नहीं है, ऐसा हिंदू होने के नाते मैं या तो कुछ सिनेमा थिएटर्स में चला जाऊं या दारू पी लूं या तो बैठकर कुछ लिखता रहूं, बोलता रहूं, बस उसके अलावा कुछ काम है नहीं. അപ്പോൾ ഞായറാഴ്ച ഞാൻ അദ്ദേഹത്തിന്റെ ഒരു സഭയിൽ പോയി. तो संडे को मैं उनके साथ उनका चर्च में चला गया. അവിടെ എന്നോട് ആരും വ്യക്തിപരമായിട്ട് സുവിശേഷം പറഞ്ഞില്ല, അവർ പറഞ്ഞു ഒന്നും എനിക്ക് മനസ്സിലായതുമില്ല. उन्होंने कोई भी आकर मुझसे व्यक्तिगत तौर से सुसमाचार सुनाया नहीं. उन्होंने जो कहा मुझे कुछ समझा भी नहीं. പക്ഷെ അന്ന് രാത്രിയിൽ സ്നാനമേൽക്കണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായി. लेकिन उस दिन रात को मेरे अंदर में एक इच्छा आई कि मुझे बपतिस्मा लेना है. ആരും പറഞ്ഞിട്ടില്ല. കാരണം എന്താണ്, ഒരു പെൺകുട്ടി ഒരു പുരുഷനെ ഹൃദയം കൊണ്ട് സ്നേഹിച്ചാൽ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നത് പോലെ എൻ്റെ കർത്താവിനോടുള്ള സ്നേഹം എൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. आमेन. किसी ने मुझसे कहा नहीं, लेकिन एक लड़की अगर एक लड़का को जब प्रेम करती है तो कैसा उसको शादी करने की इच्छा होती है, उस प्रकार से मेरे परमेश्वर से प्रेम किया और मुझे बपतिस्मा लेने की इच्छा हुई. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് സ്നാനമേൽക്കണം. और मैंने परमेश्वर के दास से कहा कि मुझे बपतिस्मा लेना है. നെക്സ്റ്റ് ആ ഞായറാഴ്ച ഒന്ന് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. അടുത്ത വെള്ളിയാഴ്ച ഞാൻ സ്നാനമേറ്റു. मैंने उसी संडे को आकर गवाही दी और अगला फ्राइडे को मैंने बपतिस्मा लिया. എന്നെ എല്ലാവരും ഊമൻ എന്നാണ് വിളിക്കുന്നത്. ഊമനായിട്ടല്ല, ആരോടും മിണ്ടാത്തവനായിരുന്നു. मैं किसी से बात नहीं करता था, इसलिए मुझे सब लोग गूंगा बुलाते थे. मैं गूंगा नहीं था, लेकिन बात नहीं करता था किसी से. സ്നാനമേറ്റ് ആ ഹാളിലേക്ക് കയറി വന്നപ്പോഴേ അവിടെ ഇരുന്ന എന്നോട് പറഞ്ഞു, വിജയൻ ഒരു സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. बपतिस्मा लेकर जैसे ही मैं हॉल पर आया तो उन्होंने कहा कि विजय आपको गवाही देना है. അപ്പം ഞാൻ സാക്ഷ്യം പറഞ്ഞു. तब मैंने गवाही दिया. അത് മാത്രം പറഞ്ഞു ഇവിടെ നിർത്തി. അതിങ്ങനെയാണ് പറഞ്ഞത്. ഞാൻ ചോദിച്ചു, അമ്പാടൻ ആലപ്പുഴയ്ക്ക് പോയ കഥ നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിച്ചു. मैंने ऐसा कहा था कि ആർക്കെങ്കിലും അറിയാമോ? ഈ കൂടെയുള്ളവർക്ക് ആർക്കെങ്കിലും അറിയാതെ? एक कहानी कोई जानते हैं? കേട്ടിട്ടുണ്ട്, പക്ഷെ എൻ്റെ അർത്ഥം അറിയത്തില്ല. ഞങ്ങളുടെ 8ാം ക്ലാസ്സിൽ മലയാള അധ്യാപനം പഠിപ്പിച്ചാണ്. ഒരപ്പനും മകനുമാണ്. അപ്പൻ നന്നാ വൈകി വീട്ടിൽ വന്നു. एक पिता और एक बेटा की कहानी है. पिता बहुत देरी से घर पर आया एक दिन. അപ്പം പറഞ്ഞു, മോനെ രാവിലത്തെ വണ്ടിക്ക് നീ ആലപ്പുഴ വരെ പോകണമെന്ന് പറഞ്ഞു. അമ്പാടൻ എന്നാ മോൻ്റെ പേര്. बेटा का नाम अम्बाड़न है. पिता ने कहा बेटा सुबह होते ही तो आलपुरा तक जाके आना. അദ്ദേഹം വിചാരിച്ച് രാവിലെ എഴുന്നേറ്റ് മകനോട് കാര്യങ്ങൾ പറഞ്ഞ് ഏൽപ്പിച്ചാൽ പോരെ, നീ തയ്യാറായിക്കോണമെന്നാണ് പറഞ്ഞത്. तो उसको लगा कि सुबह उठकर मैं बेटा को समझाऊंगा कि क्यों जाना है, लेकिन रात को इसलिए कहा कि तू तैयार रहना जाने के लिए. പക്ഷേ അപ്പൻ രാവിലെ എഴുന്നേറ്റപ്പോൾ അമ്പാടനെ കണ്ടില്ല. लेकिन पिता जब सुबह उठा तो अम्बाड़न वहाँ पर था नहीं. ഭാര്യയോട് ചോദിച്ചു, അമ്പാടൻ എവിടെ പോയി? पत्नी से पूछा कि अम्बाड़न कहाँ गया. അവൻ രാവിലത്തെ വണ്ടിക്ക് ആലപ്പുഴയ്ക്ക് പോയി എന്ന് പറഞ്ഞു. तो उसने कहा कि सुबह की गाड़ी में वो आलपुरा चला गया. അവൻ എന്തിനാ പോയത്? वो क्यों गया? പ്രിയപ്പെട്ട, ഞാൻ പറഞ്ഞു, എൻ്റെ ക്രിസ്ത്യ ജീവിതം അതല്ല. അതിനൊരു കൃത്യതയുണ്ട്, അതിനൊരു വ്യക്തതയുണ്ട്, അതിനൊരു പ്രത്യാശയുണ്ട്. प्रियो, हमारा मसीह जीवन ऐसा नहीं है. हमारा मसीह जीवन का एक मकसद है, एक उद्देश्य है और एक आशा है. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ക്രിസ്ത്യ ജീവിതത്തിന്റെ പ്രത്യാശ നമ്മൾ കാത്തു സൂക്ഷിക്കണം. അമ്പാടൻ ആലപ്പുഴയ്ക്ക് പോയതല്ല, നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന നിത്യഭവനം കണ്ടുകൊണ്ട് ഓരോ ദിവസവും വിശുദ്ധ ജീവിതം നമ്മൾ നയിക്കണം. इसलिए प्रियो, हमें भी एक अनिश्चित जीवन नहीं जिस प्रकार से अम्बाड़न आलपुरा जाकर आए उस कहानी के अनुसार नहीं, लेकिन हम भी एक विश्वास, दृढ़ निश्चय के साथ, एक आशा के साथ इस मसीह जीवन को बिताए. ഒരിക്കൽ ഒരു അപ്പച്ചൻ തൻ്റെ
വേലക്കാരനെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ മകന് ഈ ദേശത്തൊന്നും ഒരു ഭാര്യ എടുക്കരുത്. एक बार एक बुजुर्ग ने अपने बेटे को बुलाकर कहा कि मेरे बेटे को इस देश में से विवाह नहीं करना. ഈ ഈ ദേശം എന്നല്ല, എൻ്റെ സ്വന്തം ചാർച്ചക്കാരുടെ ബന്ധുക്കളുടെ അടുക്കൽ പോയിട്ട് നീ അവനൊരു പെൺകുട്ടിയെ കണ്ടെത്തണമെന്ന് പറഞ്ഞു. इस देश से नहीं, लेकिन तू मेरे परिवार के वहाँ पर जाकर मेरे कुल में से एक लड़की को तो चुन कर लेना. അപ്പൻ്റെ പേര് അബ്രഹാം, ദാസന്റെ പേര് എലയാസർ. पिता का नाम अब्राहम और दास का नाम एलियाजर. അവൻ കടന്നുപോയി. और वो चला गया. നോക്കിയ ഒരു പെൺകുട്ടി നാളെ എന്താണ് ഒന്നും ചിന്തിക്കാതെ എന്നത്തെ പോലും കളിച്ചിരിയുമായിട്ട് അവിടെ അപ്പൻ്റെ ആടുകൾക്ക് വെള്ളം കൊടുക്കാനായിട്ട് കിണറ്റിൻ്റെ അരികെ വന്നു. तो वहाँ पर एक लड़की कुछ जानती नहीं थी, लेकिन वो अपने पिता के बैल बकरियों को पानी पिलाने के लिए कुआं में पानी लेने के लिए आई. പക്ഷേ ബാക്കി ഇടഭാഗമെല്ലാം വിട്ടിട്ട് പറയുന്നു, അവരുടെ വീട്ടിൽ അവർക്ക് തീനും ഭക്ഷണവും കൊടുത്തു, അവരെല്ലാം ഉറങ്ങി, അവരുടെ വിവാഹ നിശ്ചയം അവിടെ നടത്തപ്പെട്ടു. वहाँ पर मैं संक्षिप्त बोलता हूँ, वहाँ पर एक विवाह का निश्चय होता है. പക്ഷേ ഇന്ന് സന്ധ്യാസമയം വരെ അവർക്ക് യാതൊരു കാര്യമായിരിക്കുന്ന കാര്യങ്ങളെപ്പറ്റി അറിയത്തില്ലായിരുന്നു. വിവാഹത്തെപ്പറ്റി അവൾ ചിന്തിച്ചോ ഇല്ലയോ നമുക്കറിയത്തില്ല. लेकिन आज शाम तक वो कुछ जानती नहीं थी. हमें ये पता नहीं कि उसने विवाह के बारे में सोचा भी होगा या नहीं. ഒരു പ്രതീക്ഷയില്ലാത്ത സമയത്ത് പ്രഭാതത്തിൽ എലയാസർ പറഞ്ഞു, ഞങ്ങളെ മടക്കി അയക്കണം. जब बिल्कुल उसको कोई उम्मीद नहीं थी किसी चीज की, तो एलियाजर ने सुबह कहा कि हमें वापस जाना है, हमें वापस भेजना. അപ്പോൾ അവിടെ അമ്മയും സഹോദരന്മാരും എലയാസറിനോട് പറഞ്ഞു, ബാലി ഒരു 10 ദിവസം കൂടെ ഞങ്ങളുടെ വീട്ടിൽ നിൽക്കട്ടെ, പിന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. तो उसकी माता और उसने कहा कि तो 10 दिन और हमें साथ रहने दो, फिर हम उसे भेजते हैं. എന്നാലും ഞങ്ങൾ ബാലയോടൊന്ന് ചോദിക്കട്ടെ. फिर भी लेकिन हम उस बाला से पूछते हैं. അവര് വന്ന് ബാലയോട് ചോദിച്ചു, നീ ഇവന്റെ കൂടെ പോകുന്നോന്ന് ചോദിച്ചു. तो उसने आकर उससे पूछा कि हे बेटी, क्या എന്താണ് അവൾ ഉത്തരം പറഞ്ഞത് നിങ്ങൾക്ക് പറയാമോ? जानना चाहती है क्या? അവൾ എന്താണ് ഉത്തരം പറഞ്ഞതെന്നറിയാമോ? तो उस लड़की ने क्या वहां पर जवाब दिया? ഞാൻ പോകുന്നു. मैं जाती हूँ. കാരണം എന്താണ്, ഇതേവരെ പ്രതീക്ഷയില്ലായിരുന്ന യാതൊരു കാര്യം ചിന്തിക്കാതിരുന്ന ഞാൻ എൻ്റെ മണവാളന്റെ അടുക്കലേക്ക് ഇതാ ഇപ്പൊ പോകാൻ റെഡിയാണ്. ഞാൻ നിങ്ങളുടെ കൂടെ ജീവിക്കേണ്ടവളല്ല, ഞാൻ എൻ്റെ അവനോട് കൂടെ ജീവിക്കേണ്ടവളാണെന്നുള്ള ഉറപ്പ് അവരുടെ ഹൃദയത്തിൽ വന്നു. वो वहाँ पर कहती है कि मैं आज तक बिल्कुल मुझे कुछ जानती नहीं थी, लेकिन मैंने अभी मेरे दुल्हा को मैं देखना चाहती हूँ. मैं आपके साथ रहने वाली नहीं हूँ, मुझे मेरे दुल्हा से मिलना है, मुझे वहाँ पर जाना है. പ്രിയപ്പെട്ടെ, നമ്മൾ സഭയായിട്ട് ദൈവത്തിന്റെ യേശുക്രിസ്തുവിന്റെ ശരീരമായിരിക്കുന്ന വീണ്ടെടുക്കപ്പെട്ട നമ്മൾ കർത്താവ് എപ്പം വിളിച്ചാലും അല്ലെങ്കിൽ കർത്താവ് എപ്പം വന്നാലും അവനോട് ചേരുവാൻ നമ്മുടെ ഹൃദയം റെഡി ആയിട്ടിരിക്കണം. हम हमेशा ये तैयार रहे कि जब भी परमेश्वर हमें पुकारे तो कलीसिया हम उसके साथ जाने के लिए, रिसीव किए जाने के लिए हम हमेशा